മടക്കമില്ലാത്ത യാത്രയിലേക്ക് തന്നെയാണ് അവർ പോയത്. കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ചവർക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. മലയാളികളായ 4 പേരുടെ സംസ്കാരം ഇന്ന് നടക്കും. പത്തനംതിട്ട സ്വദേശി ആകാശ് ശശിധരൻ, കൊല്ലം സ്വദേശികളായ സാജൻ ജോർജ് ലൂക്കോസ്, കണ്ണൂർ സ്വദേശി അനീഷ് കുമാർ എന്നിവരുടെ മൃതദേഹമാണ് ഇന്ന് സംസ്കരിക്കുക. 12 പേരുടെ മൃതദേഹമാണ് ഇന്നലെ സംസ്കരിച്ചത്. 14 മലയാളികളാണ് നിലവിൽ കുവൈറ്റിൽ ചികിത്സയിലുള്ളത്. അർജുൻ കല്യാടും ഒപ്പം ദിലീപ് ദേവസിയും ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ആദ്യം അർജുൻ കല്യാടിലേക്ക്. അർജുൻ, കണ്ണൂർ സ്വദേശി അനീഷ് കുമാറിന്റെ സംസ്കാരം ഇന്ന് എപ്പോഴായിരിക്കും നടക്കുക? മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? അതുല്യ, ഇന്ന് 12 മണിയോടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുമെന്നുള്ള കാര്യമാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ തന്നെ കണ്ണൂർ AKG ആശുപത്രിയിലേക്ക് മൃതദേഹം എത്തിച്ചിരുന്നു. ആ മൃതദേഹം സ്വീകരിക്കാൻ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ADM ഉൾപ്പെടെയുള്ള ഉന്നതരായിട്ടുള്ള ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ അനീഷ് കുമാറിൻ്റെ ബന്ധുക്കളും ഇന്നലെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. AKG ആശുപത്രിയുടെ മോർച്ചറിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. ഇന്ന് 8 മണിയോടുകൂടി മോർച്ചറിയിൽ നിന്നും മൃതദേഹം അനീഷ് കുമാറിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് തന്നെയാണ് പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം ബന്ധുക്കൾ അന്തിമോപചാരം അർപ്പത്തിന് ശേഷം 12 മണിയോടുകൂടി ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള കാര്യമാണ് ബന്ധുക്കളായിട്ടുള്ളവരെല്ലാവരും പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും ഹൃദയഭേദകമായിട്ടുള്ള ഒരു സംഭവമാണ് ഇന്നലെ തന്നെ പലയിടങ്ങളിലായി കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അതിന് സമാനമായ കാഴ്ചയായിരുന്നു ഇന്നലെ മൃതദേഹം ഏറ്റുവാങ്ങാൻ വേണ്ടി ഇവിടെ ആശുപത്രിയുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ള ഈ അനീഷ് കുമാറിൻ്റെ അനുജൻ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ മൃതദേഹം ഏറ്റുവാങ്ങുമ്പോൾ വൈകാരികമായി വിങ്ങിപ്പൊട്ടി ഈ മൃതദേഹം ഏറ്റുവാങ്ങുന്നൊരു കാഴ്ചയായിരുന്നു കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഏകദേശം 8 മണിയോടുകൂടിയാണ് മൃതദേഹം മോർച്ചറിയിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോവുക. ഇപ്പോഴെന്തായാലും കണ്ണൂർ AKG ആശുപത്രിയുടെ മോർച്ചറിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. ഇന്നലെ കണ്ണൂർ സ്വദേശികളായിട്ടുള്ള മറ്റ് 2 പേരുടെ ധർമ്മടത്തുള്ള വിജേഷ് കൃഷ്ണൻ്റെയും അതുപോലെ തന്നെ പെരിങ്ങോം വയക്കരയിലുള്ള നിതിൻ്റെയും മൃതദേഹം ഇന്നലെ രാത്രി വൈകിയാണ് സംസ്കരിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 10 മണിയോട് അടുക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ മൃതദേഹം സംസ്കാരം നിതിൻ്റേത് പൂർത്തിയായത്. ധർമ്മടത്തുള്ള വിജേഷിൻ്റെതും വൈകുന്നേരം 8 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തിയായത്. അത്തരത്തിൽ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് അടുത്തോളം വലിയ തോതിൽ ഒരു വികാരനിർഭരമായിട്ടുള്ള ഒരു സങ്കട ദിവസമായിരുന്നു ഇന്നലെ എന്ന് പറയാതിരിക്കാൻ വഴി. ഇന്നും സമാനമായ രീതിയിൽ തന്നെ കണ്ണൂർ നഗരത്തിൽ തന്നെയാണ് ഈ അനീഷ് കുമാറിൻ്റെ വീട്. കുറുവ സ്വദേശിയാണ്. കണ്ണൂരിൽ നിന്നും അധിക ദൂരമില്ല, ഏകദേശം ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് തന്നെ കണ്ണൂർ AKG ആശുപത്രിയിൽ നിന്ന് കുറുവയിലേക്ക് എത്താൻ വേണ്ടി കഴിയും. 8 മണിയോടുകൂടി കണ്ണൂർ AKG ആശുപത്രിയിൽ നിന്നും മൃതദേഹം കുറുവയിലെ വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയും. അല്ലെങ്കിൽ അങ്ങനെയാണ് അതിൻ്റെ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. 11 മണി വരെ പൊതുദർശനമുണ്ടാവും. 12 മണിക്ക് വസതിയിൽ, അതായത് സ്വന്തം വീട്ടിന് മുന്നിലേക്ക് മൃതദേഹം മാറ്റും. അതിനുശേഷം 12 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് കുടുംബവും അതുപോലെ തന്നെ ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും ആ രീതിയിലാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. അർജുൻ, ഇന്നലെ വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ ഇവർക്ക് അന്ത്യോപചാരം അർപ്പിച്ചു. പക്ഷേ ഇന്ന് ജില്ലയിലെ ഏതെങ്കിലും നേതാക്കൾ അവരുടെ വീടുകളിലേക്ക് എത്തുമോ? എന്തൊക്കെയാണ് അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ? അത്തരത്തിൽ ഏതെങ്കിലും ഒരു നേതാവോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട വ്യക്തികളോ പ്രത്യേകമായി എത്തും എന്നുള്ള ഒരു അറിയിപ്പ് ലഭിച്ചിരുന്നില്ല. എങ്കിൽ കൂടി കണ്ണൂർ മണ്ഡലത്തിലാണിത് വരുന്നത്. അതുകൊണ്ട് തന്നെ പുരാവസ്തു വകുപ്പ് മന്ത്രിയായിട്ടുള്ള രാമചന്ദ്രൻ കടന്നപ്പള്ളി അദ്ദേഹത്തിൻ്റെ മണ്ഡലം കൂടിയാണ്. അദ്ദേഹം എത്താനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള കാര്യമാണ് അറിയുന്നത്. അതിന് പുറമെ തന്നെ കണ്ണൂർ MP ആയിട്ടുള്ള K സുധാകരൻ കണ്ണൂർ തന്നെയുണ്ട്. അദ്ദേഹവും ഇന്നലെ ധർമ്മടത്ത് മരിച്ചിട്ടുള്ള വിജേഷിൻ്റെ മൃതദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ പങ്കെടുത്തിരുന്നു. ഒരുപക്ഷെ അദ്ദേഹവും ഇതിൻ്റെ ഭാഗമായി ഈ സംസ്കാര ചടങ്ങിൻ്റെ ഭാഗമായി പങ്കെടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിയുന്നുണ്ട്. എന്തായാലും സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം തന്നെ ഇന്നലെ തന്നെ പലയിടങ്ങളിലായി എത്തിയിരുന്നു. ഇന്നും അതുപോലെ തന്നെ ജനമൊഴുകിയെത്തും എന്നുള്ള കാര്യം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം വലിയ തോതിൽ ഒരു നോവായി മാറിയിട്ടുള്ളൊരു സംഭവമാണ്. അതിൽ മരണപ്പെട്ടിട്ടുള്ള വ്യക്തികളാണ് നാടിന് വളരെയധികം പ്രിയപ്പെട്ടവരായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ ഒരു പ്രധാനപ്പെട്ട ആൾ എന്ന രീതിയിൽ അനീഷ് കുമാറിന് വളരെയധികം നാടിനും അതുപോലെ തന്നെ സാമൂഹിക രംഗങ്ങളിലും എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധയുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സംസ്കാര ചടങ്ങിലേക്ക് ആ നാട്ടിലുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക
രംഗങ്ങളിലെ പ്രധാനപ്പെട്ടവരെല്ലാം തന്നെ പങ്കെടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ. ഏതെങ്കിലും ഒരു നേതാവോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വ്യക്തികളോ പ്രത്യേകമായി പങ്കെടുക്കും എന്നുള്ളൊരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇന്നലെ ഈ ധർമ്മടത്ത് മരിച്ചിട്ടുള്ള വിജേഷിൻ്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ അനീഷ് കുമാറിൻ്റെ സംസ്കാര ചടങ്ങിലും പങ്കെടുക്കാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ കാണുകയും ചെയ്യുന്നത്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുമെല്ലാം ഇന്നും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കും എന്നുള്ള കാര്യം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നാടിന് പ്രിയപ്പെട്ടവരെ നാട് ഒന്നാകെ ചേർന്ന് യാത്രയാക്കുന്ന കാഴ്ചയായിരുന്നു ഇന്ന് കണ്ടത്. ഇന്ന് അനീഷ് കുമാറിൻ്റെ സംസ്കാര ചടങ്ങിലും സമാനമായ രീതിയിൽ തന്നെയുള്ള ഒരു ആൾക്കൂട്ടം പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും മൃതദേഹം ഇപ്പോൾ AKG ആശുപത്രിയിൽ തന്നെയാണ് നിലവിൽ ഉള്ളത്. 8 മണിയോട് കൂടിയായിരിക്കും വ്യക്തമാണ്. കണ്ണൂർ സ്വദേശി അനീഷ് കുമാറിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് ഉച്ചയോടെ ഏകദേശം പൂർത്തിയാകും. അർജുൻ പറഞ്ഞതുപോലെ തന്നെ വളരെ ജനപ്രിയനായിരുന്നു, ആളുകൾക്കൊക്കെ വളരെ ഇഷ്ടമായിരുന്നു, നാട്ടിലുള്ളവർക്കൊക്കെ പ്രിയങ്കരനായിരുന്നു അനീഷ്.